ട്രേഡേഴ്സ് ഈ വീഡിയോ ഞാൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം റെക്കോർഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ ഒരു ട്രേഡിൻ്റെ ഒരു അപ്ഡേറ്റ് തരാനാണ്. ലൈവ് ട്രേഡ് അല്ല, ലൈവ് ട്രേഡ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ബാങ്ക് നിഫ്റ്റിയിൽ 58,200ൻ്റെ കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്. അത്യാവശ്യം ഇന്ന് നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ ഒരു ട്രേഡ് അല്ല ചെയ്തത്. ഞാൻ ഇന്ന് മാക്സിമം നമ്മുടെ ട്രേഡിനെ റൈഡ് ചെയ്യാം. ഏറ്റവും ക്ലോസിങ് സമയത്ത് ഏത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏത് മൈനസ് നിൽക്കുന്നു ആ ഒരു ഇതിലിറങ്ങാം. ഏത് മൈനസ് എന്നില്ല, കാരണം സ്റ്റോപ്പ് ലോസ് നമ്മുടെ ഫിക്സ്ഡ് ആയിരുന്നു. ടാർഗറ്റ് ഞാൻ ഓപ്പൺ ആക്കിയായിരുന്നു വെച്ചിരുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കിന്നൊരു മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അപ്സൈഡ് മൊമെൻറ്റം ചെയ്തു, പക്ഷേ കണ്ടിന്യൂ ചെയ്തില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ഏകദേശം നമുക്കൊരു 3,000 അടുപ്പിച്ച് പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നാകെ ഒരു ഇന്നാകെ ഒരു ട്രേഡാണ് എടുത്തത്. 12/5 നമ്മളുടെ ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത്. 15:11 ഏകദേശം 3 മണി കഴിഞ്ഞ് 3:10 അടുപ്പിച്ചാണ് നമ്മളുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തത്. എക്സാക്ട്ലി ഒരു 50 പോയിൻറ്റ്സ് പ്ലസിൻ്റെ ഒരു ടാർഗറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ട്രേഡിൻ്റെ എൻട്രിയും എക്സിറ്റും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ഡ്രോയിങ് ബ്രഷ് ഓക്കെ. ഈ ഒരു ക്യാൻഡിൽ പ്രീവിയസ് ഹാമർ ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മളുടെ ട്രെയിലെടുത്ത് ഈ അപ്സൈഡ് ആരോ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നതാണ് നമ്മളുടെ എൻട്രി പോയിൻറ്റ്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. ജസ്റ്റ് ഇതിൻ്റെ താഴത്ത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. ഈ ഒരു ക്യാൻഡിൽ ഇത്രയും മാത്രമേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ട്രേഡിനെ റൈഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു ഹാമറിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എക്സാക്ട്ലി നമ്മളുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തു. ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ 12:05 എക്സാക്ട്ലി 12:05 ക്യാൻഡിലിൽ നമ്മളുടെ ട്രേഡിൽ എൻട്രി ചെയ്തു. ഈ ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു ഉടനെ ഞാൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തു. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചത്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ടാർഗറ്റായിരുന്നു വെച്ചിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ജസ്റ്റ് ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം നല്ലൊരു മൊമെൻറ്റം അപ്സൈഡേക്ക് കിട്ടി. ഇത്രയും വലിയൊരു മൊമെൻറ്റം ഏകദേശം എനിക്ക് തോന്നുന്നൊരു 100+ അല്ലെങ്കിൽ ഒരു 200+ പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്തു. അത് കഴിഞ്ഞ് മാർക്കറ്റ് താഴത്തോട്ട് വന്നു. അത് കഴിഞ്ഞ് സൈഡ് വൈസ് ആയി. ഞാൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എക്സാക്ട്ലി ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ ക്ലോസ് ചെയ്തത്. ഏകദേശം 3:10 എന്നുള്ളൊരു സമയത്തിൽ നമ്മളുടെ ട്രേഡിൽ എക്സിറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഏകദേശം ഒരു 10:38 ആണ്. ഓക്കെ, റൈറ്റ്. 10:38 എന്ന് പറഞ്ഞ പ്രൈസിലായിരുന്നു മാർക്കറ്റ് സ്റ്റാൻഡ് ചെയ്തിരുന്നത്. അവിടെ നമ്മളുടെ മാനുവലി നമ്മളുടെ ട്രേഡിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. സോ മാർക്കറ്റിൽ റൈഡ് ചെയ്യാനാണ് ഞാൻ ഇന്നത്തെ ട്രേഡിൽ ശ്രമിച്ചത്. എനിക്കത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓഫ് മാർക്കറ്റിൽ വീഡിയോ ചെയ്യുന്നത്. ട്രേഡ് എടുക്കാനുള്ള റീസണും കൂടെ. ഓക്കെ, ട്രേഡ് എടുത്ത റീസണും ട്രേഡ് എങ്ങനെ ഹോൾഡ് ചെയ്തു എന്നുള്ളത് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തുള്ളൂ. മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റിൽ വലിയൊരു മൊമെൻറ്റം ഉണ്ടായില്ല. മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഒരു അപ്സൈഡ് ഡൗൺ സൈഡ് മൊമെൻറ്റം ചെയ്യുമായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ട്രേഡ് എടുക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ട്രേഡ് എടുത്താൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വലുതായി പോകും. ഞാൻ എപ്പോഴും ട്രേഡ് എടുക്കുമ്പോൾ എൻട്രി അല്ല നോക്കുന്നത്. എൻട്രി ഒരിക്കലും നമ്മളുടെ ഒരു ഘടകമല്ല. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എത്രത്തോളം ചെറുതാവാമോ, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ചെറുതാണോ എന്നാൽ മാത്രമേ ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാറുള്ളൂ. സോ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ലെവലിൽ വയ്ക്കണം. അപ്പോൾ നമ്മൾ ട്രേഡിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിലോ അല്ലെങ്കിൽ ഈ ഒരു ലെവലിലോ എടുക്കണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും എക്സാക്ട്ലി നല്ലൊരു ഇപ്പോൾ ഇങ്ങനെ നോക്കുന്നതുകൊണ്ടാണ് നിങ്ങളൊന്ന് പോയിൻറ്റിനെ ഒന്ന് മെഷർ ചെയ്ത് ടൈമില്ലാത്തതുകൊണ്ടാണ് പോയിൻറ്റിനെ ഒന്ന് മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് വലിയ സ്റ്റോപ്പ് ലോസ് ആണ്. സോ അതുകൊണ്ട് ഞാൻ ആ ട്രേഡ് ഇഗ്നോർ ചെയ്തു. പിന്നെ മാർക്കറ്റ് വെയിറ്റ് ചെയ്തിരുന്നു കുറേ സമയം. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ എത്ര സമയം വെയിറ്റ് ചെയ്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ക്യാൻഡിലും 5 മിനിറ്റ്സ് ക്യാൻഡിലാണ്. ഇവിടെ മേളിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഓരോ 5 മിനിറ്റ്, അപ്പോൾ എത്ര സമയമെടുത്തു എന്ന് നിങ്ങൾ ആലോചിക്കണം. നമ്മൾ മാർക്കറ്റിനെ ഒബ്സർവ് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ക്യാൻഡിൽ തൊട്ടാണ്. ഇവിടം വരെ എത്ര പേഷ്യൻസിൽ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ട്രേഡിന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത്. സോ ഇവിടം വരെ വെയിറ്റ് ചെയ്തിരുന്നു. മാർക്കറ്റ് ഇവിടെ ഒരു കപ്പ് ആൻഡ് ഹോൾഡറിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാക്കി. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു. ഇതൊരു കപ്പ്, ഇതിൻ്റെ ഒരു ഹോൾഡർ. ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതിനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു പാറ്റേണിൻ്റെ ബ്രേക്ക് ഔട്ട് തന്നു. മാർക്കറ്റിൻ്റെ ഒരു റീടെസ്റ്റിന് മുന്നേ റീടെസ്റ്റിന് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴും ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നമ്മളുടെ ക്യാൻഡിലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്യാത്തപ്പോൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്താണ്. ഇതാണ് ട്രേഡിൽ എൻട്രി എടുക്കാനുള്ള റീസൺ. അങ്ങനെ ഇന്ന് ഓവറോൾ ഒരു 3,000+ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. താങ്ക് യു.